ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് സിനിമ അപ്ഡേറ്റ്സ് ഉണ്ട്. എന്തായാലും ആദ്യം തന്നെ നമ്മുടെ മമ്മൂക്ക നിതീഷ് മൂവിയുടെ അപ്ഡേറ്റ്സ് ആണ്. കാരണം ഒരുപാടായി ആ സിനിമ ഇങ്ങനെ വലിച്ച് നീട്ടിപ്പോയിരുന്നു. കാരണം അതിൽ പ്രത്യേകിച്ച് കാരണം എന്താ വെച്ചാൽ നമ്മുടെ മമ്മൂക്ക ധനുഷുമായിട്ടുള്ള OM എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടുമായിട്ട് അദ്ദേഹം ചെന്നൈയിലായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവമായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് ദിവസങ്ങൾ കൊടുക്കേണ്ടി വന്നത് കാരണമാണ് ഇതിൻ്റെ ഷൂട്ട് നീണ്ടുപോയത്. എന്തായാലും മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന 9ാമത്തെ ചിത്രമായ ഈ ചിത്രത്തിൽ താൽക്കാലിക പേര് മേള എന്നാണ്. ആക്ഷന് ഒരുപാട് പ്രാധാന്യമുണ്ട്, അതുപോലെ കോമഡിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്, അതുപോലെ സെൻറ്റിമെൻസിന് ഒരു പക്കാ ഒരു കൊമേഴ്ഷ്യൽ സിനിമ നമ്മുടെ രാജ്യമാണിക്യം സ്റ്റൈൽ. കാരണം നമുക്കറിയാം രാജ്യമാണിക്യം തിയേറ്ററിൽ അത്രത്തോളം നമ്മളെ ആവേശത്തിലാക്കി. അതുപോലെ തന്നെ ഒരു കൊമേഴ്സ്യൽ അതുപോലെ തന്നെ അതിലൊരു എക്സ്പെരിമെൻ്റ് സംഭവമുണ്ട്. നമുക്കറിയാം നിതീഷ് മുന്നുള്ള ചിത്രമാണ് ഫാലിമി, നല്ലൊരു കുടുംബ ചിത്രമായിരുന്നു. അതിൽ മമ്മൂക്ക കൂടി ആഡ് ആവുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ട്. പിന്നെ രാജമാണിക്യത്തിന് ശേഷം മമ്മൂക്ക തിരുവനന്തപുരം സ്ലാങ് യൂസ് ചെയ്യുന്ന പടമാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം കേരള ബോർഡറിൽ നടക്കുന്നൊരു കഥയാണ്, ഒരു സർക്കസിൻ്റെ ബേസിൽ നടക്കുന്ന കഥയാണ്. മമ്മൂക്ക ഒരു സർക്കസിലെ മൃഗങ്ങളെ പരിപാലിക്കുന്ന അല്ലെങ്കിൽ പരിശീലിപ്പിക്കുന്ന ഒരു മാസ്റ്ററായിട്ടാണ് വരുന്നത്. നമുക്ക് ആ ഒരു സംഭവം തന്നെ നമുക്കൊരു പ്രത്യേക ഒരു രസം നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന 9ാമത്തെ ചിത്രമാണ്. ഇതിന് മുമ്പ് മമ്മൂക്ക കമ്പനി നിർമ്മിച്ച പടം ഒരു മാസ് പടം എന്ന് പറയുമ്പോൾ നമുക്ക് ടർബോ ആയിരുന്നു. അപ്പോൾ അതുപോലെ അല്ലെങ്കിൽ അതിന് മുകളിൽ വരുന്ന ഒരു ചിത്രമായിരിക്കും, ഒരു പക്ക അടിപ്പടം എന്ന രീതിയിലാണ് ഈ സിനിമ മൊത്തത്തിൽ അവർ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തൊരു അപ്ഡേറ്റ്സ് വരുമ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ അതിൽ കേന്ദ്ര കഥാപാത്രമാകുന്ന ജൂഡ് ആൻ്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന തുടക്കം ഈ മാസം റിലീസാവാൻ പോകുന്നത്. അതിൻ്റെ ബാക്കി ട്രെയിലർ ലോഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു പ്രതീക്ഷയുണ്ട്. കാരണം 2018 ശേഷം ജൂഡ് ആൻ്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്. ജക്സ് ബിജോയാണ് മ്യൂസിക്, ചമ്മൻ ചാക്കോയാണ് എഡിറ്റർ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആൻ്റണി പെരുമ്പാവൂരാണ് നിർമ്മാണം. അപ്പോൾ തന്നെ നമുക്കറിയാം ആ സിനിമ അത്രത്തോളം ഒരു ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ കൂടി ഉണ്ട്. അതുപോലെ ഫാമിലി ഒരു ടച്ചിങ് ആയിട്ടുള്ള ഒരുപാട് എലമെൻറ്റ്സ് ഈ ചിത്രത്തിലുണ്ട്. അതിൻ്റെ ട്രെയിലറൊക്കെ നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ജൂഡ് ആൻ്റണി ജോസഫ് നമ്മുടെ ലാലേട്ടനെ വെച്ച് വേറൊരു പടം ചെയ്യാൻ പോകുന്നുള്ളൊരു വാർത്ത കൂടി വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു തുടക്കം തന്നെയാണ് ഈ ഒരു ജൂഡ് ആൻ്റണി ജോസഫിൻ്റെ തുടക്കത്തിന്. അതുപോലെ തന്നെ മമ്മൂക്ക അടുത്തതായി ചെയ്യാൻ പോകുന്നത് നമ്മുടെ മിക്കവാറും നമ്മുടെ ഖാലിദ് റഹ്മാൻ്റെ പടമാകുമെന്നാണ് കിട്ടിയ റിപ്പോർട്ട്. കാരണം അതുതന്നെ ആയിരുന്നു ആദ്യം മുന്നേ പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഇടയ്ക്കൊരു ചിത്രം കയറി വന്നു. എന്തായാലും നമ്മുടെ ഖാലിദ് റഹ്മാൻ്റെ പടം തന്നെ ആവും ഈ നിതീഷിൻ്റെ പടത്തിന് ശേഷം വരാൻ പോകുന്നത്. അത് നിർമ്മിക്കുന്നത് നമ്മുടെ ഖാലിദ് റഹ്മാനാണ്. അതിന് ശേഷം വരുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട്. കാരണം അതൊക്കെ വഴിയെ വരും. OM അതിൻ്റെ ഇടയ്ക്ക് റിലീസാവും. അതുപോലെ പദയാത്ര OTTയിലാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടൻ്റെ അതിമനോഹരം തരുൺമൂർത്തി സംവിധാനം ചെയ്ത പടമാണ്. തുടരുമെന്ന വൻപൻ ഹിറ്റിന് ശേഷം വരുന്ന പടമാണ്. അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ നമ്മുടെ വഴിയായിട്ട് വരുന്നുണ്ട്. മമ്മൂക്ക, ലാലേട്ടൻ, അതുപോലെ സുരേഷണ്ണൻ്റെ ഒരുപാട് ചിത്രങ്ങളുണ്ട്. എല്ലാവരും കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് വെയിറ്റ് ചെയ്യുക. എന്തായാലും നല്ലൊരു തുടക്കമാകട്ടെ മമ്മൂക്കയുടെ ഈ മേള എന്ന ചിത്രവും അതുപോലെ ലാലേട്ടൻ്റെ മകളുടെ ഈ ഒരു തുടക്കം എന്ന ചിത്രവും.